നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം തുടരുന്നതിനിടെ പേപ്പർ ചോർച്ചയ്ക്കും തട്ടിപ്പുകൾക്കുമെതിരെയുള്ള നിലവിലുള്ള നിയമങ്ങൾ കൂടുതൽ കർശനമാക്കി കേന്ദ്ര സർക്കാർ. കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ അർദ്ധരാത്രിയിലെ വീഡിയോ സന്ദേശത്തിന് തൊട്ടുപിന്നാലെ 2024 പൊതുപരീക്ഷ അന്യായ മാർഗങ്ങൾ തടയൽ നിയമത്തിന് കൂടുതൽ കരുത്തു പകർന്ന ഭേദഗതികൾ സർക്കാർ വരുത്തി. ചോദ്യപേപ്പർ ചോർച്ചാ കേസുകൾ വിചാരണ ചെയ്യുന്നതിനായി ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനുള്ള വ്യവസ്ഥ നിയമത്തിൽ കൂട്ടിച്ചേർത്തതായി NDTV റിപ്പോർട്ട് ചെയ്യുന്നു. പേപ്പർ ചോർച്ചാ കേസുകൾക്കായി ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് വ്യാഴാഴ്ച രാവിലെ പ്രധാനമന്ത്രി മോദി എക്സിൽ കുറിച്ചിരുന്നു. 3 മാസത്തിനുള്ളിൽ കേസ് തീർപ്പാക്കാനും ശിക്ഷ പ്രഖ്യാപിക്കാനും ഈ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾക്ക് നിയമപരമായ ബാധ്യതയുമുണ്ടായിരിക്കും. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെടുന്നവർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും ലഭിക്കും. നിലവിലെ നിയമപ്രകാരം പേപ്പർ ചോർച്ച കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ വ്യക്തികൾക്ക് 3 മുതൽ 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയുമാണ് ശിക്ഷ. നടക്കാൻ സാധ്യതയുള്ള കുറ്റകൃത്യത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാത്ത നിലവിലുള്ള സേവനദാതാക്കൾക്ക് നിലവിലുള്ള നിയമപ്രകാരം 1 കോടി രൂപ വരെ പിഴ ചുമത്താം. സംഘടിത കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ കുറഞ്ഞത് 1 കോടി രൂപ പിഴയോടെ 5 മുതൽ 10 വർഷം വരെ തടവാണ് ശിക്ഷ. ഭേദഗതി ബിൽ തിങ്കളാഴ്ച ലോക്സഭയിൽ അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ 150ഓളം ചോദ്യപേപ്പർ ചോർച്ചകൾ നടന്നിട്ടുണ്ടെന്നും എന്നാൽ ആർക്കും തന്നെ ശിക്ഷ ലഭിച്ചിട്ടില്ലെന്നും ബുധനാഴ്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. വ്യാഴാഴ്ച രാത്രി പുറത്തുവിട്ട വീഡിയോ പ്രസ്താവനയിൽ പേപ്പർ ചോർച്ച കേസുകളിൽ വെള്ളിയാഴ്ച കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി മോദി ഉറപ്പു നൽകിയിട്ടുണ്ട്. ഇത്തരം കേസുകൾ കേൾക്കുന്നതിന് ഡൽഹി ഹൈക്കോടതി ഫാസ്റ്റ് ട്രാക്ക് കോടതി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി മോദിയുടെ എക്സ്പോസ്റ്റ് വന്നത്. ഒരൊറ്റ ദിവസത്തിനിടെ ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി മോദിയുടെ 2ാമത്തെ പോസ്റ്റായിരുന്നു അർദ്ധരാത്രിയിലെ വീഡിയോ സന്ദേശം. സുഹൃത്തുക്കളെ, പേപ്പർ ചോർച്ച എന്നതൊരു സാധാരണ വിഷയമല്ല എന്നെനിക്കറിയാം. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഇത് വളരെ വേദനാജനകമാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ 2.5 മാസത്തിനിടെ നിരവധി നടപടികൾ സ്വീകരിച്ചതെന്നാണ് പ്രധാനമന്ത്രി മോദി പറഞ്ഞത്. കുറ്റവാളികളെ പിടികൂടുകയും ജയിലിലടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ 1 വർഷം പോലും നഷ്ടപ്പെടരുതെന്ന് ഉറപ്പാക്കുക എന്നതായിരുന്നു നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. അടിയന്തരമായി പരീക്ഷകൾ നടത്തുക എന്നത് വളരെ പ്രധാനമായിരുന്നു. കുറഞ്ഞത് 22 ലക്ഷം വിദ്യാർത്ഥികൾക്കെങ്കിലും പരീക്ഷകൾ ക്രമീകരിക്കാൻ സർക്കാർ തങ്ങളുടെ പൂർണ്ണ ശക്തി ഉപയോഗിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. ഫാസ്റ്റ് ട്രാക്ക് കോടതിക്കായി ഞാൻ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇന്ന് വകുപ്പുകൾ കഠിനാധ്വാനം ചെയ്യുകയും രാത്രി വൈകി എനിക്ക് അംഗീകാരം നൽകുകയും ചെയ്തു. നാളെ മന്ത്രിസഭയിൽ ചർച്ച നടക്കും. മന്ത്രിസഭാ അംഗങ്ങളുടെ നിർദ്ദേശങ്ങൾക്ക് ശേഷം അതിന് അന്തിമ രൂപം നൽകും. പാർലമെന്റിന്റെ 2ാം ആഴ്ച ആരംഭിക്കുന്ന തിങ്കളാഴ്ച മുതൽ ബിൽ എത്രയും വേഗം പാസാക്കാൻ ഞങ്ങൾ ശ്രമിക്കുമെന്നും വീഡിയോ പ്രസ്താവനയിൽ മോദി പറഞ്ഞിരുന്നു. പ്രധാനമന്ത്രി മോദിയുടെ വീഡിയോയോട് പ്രതികരിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി വേണമെന്ന വിദ്യാർത്ഥികളുടെ ആവശ്യം ആവർത്തിച്ചു.